ഹായ്, നമുക്കിന്നൊരു ഇൻട്രാഡേ സ്ട്രാറ്റജി നോക്കാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇൻട്രാഡേ സ്ട്രാറ്റജി ചെയ്തിട്ടുണ്ടായിരുന്നു. 9 and 15 EMA വെച്ചിട്ട് ഒരു ഇൻട്രാഡേ സ്ട്രാറ്റജി ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. ഓക്കെ, അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ നമുക്കിന്ന് മറ്റൊരു സ്ട്രാറ്റജി നോക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. ഇപ്പം ഒരുപാട് പേര് സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സ് കൊടുക്കുന്നവരൊക്കെ ആ ഒരു സ്ട്രാറ്റജി മാത്രം വെച്ചിട്ട് കോഴ്സ് കൊടുക്കുന്നവരുണ്ട്. അപ്പം അതിൻ്റെ പ്രാധാന്യം അത്രത്തോളം ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, സോ അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷെ നമ്മളുടെ വീഡിയോ അത്രയും ലെങ്തിൽ പോകുന്നുള്ളത് കൊണ്ട് ഞാനിതിൻ്റെ കീ ഏരിയാസ് മാത്രം പറഞ്ഞു പോകാം. എന്നാൽ അതിൻ്റെ എസൻസ് ഒട്ടും തന്നെ നഷ്ടപ്പെടാത്ത രീതിയിൽ ഞാനത് പറഞ്ഞുതരാം. നിങ്ങൾക്കത് എങ്ങനെ ഇൻട്രാഡേ ട്രേഡിങ്ങിന് യൂസ് ചെയ്യാം. അതിപ്പോൾ ഓപ്ഷൻസ് ആയാലും ഇക്വിറ്റിയിലായാലും ഇൻട്രാഡേ ചെയ്യാൻ നേരത്ത് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് വളരെ നല്ല രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ ഞാനത് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ അപ്പോൾ ജസ്റ്റ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ബേസിക് ഇൻട്രഡക്ഷൻ ഞാൻ തരാം. അതൊന്ന് നിങ്ങൾ നോക്കിയിട്ട് നമുക്ക് ചാർട്ടിൽ ഇതെങ്ങനെ അപ്ലൈ ആവുന്നു എന്ന് നോക്കാം. ഓക്കെ, സോ സ്ട്രാറ്റജിയുടെ പേര് മറ്റൊന്നുമല്ല CPR. CPR എന്ന് പറഞ്ഞാൽ സെൻട്രൽ പിവട്ട് റേഞ്ച്. ഓക്കെ, നിങ്ങൾ കേട്ട് കാണും പിവട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രാറ്റജി നമുക്കറിയാം. അതൊരു ലെവലാണ്. ഓക്കെ, ആക്ച്വലി ഇതൊരു ഇൻഡിക്കേറ്ററിന് ഉപരി നമുക്കിതിനൊരു ലെവൽ എന്ന് പറയാം. ആ ലെവല് സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ആ ലെവലിനെ നമ്മൾ മറ്റ് പല രീതിയിൽ അനാലിസിസ് ചെയ്തുകൊണ്ട് നമുക്ക് മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. ഓക്കെ, സോ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പോലും മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ CPR എന്ന് പറയുന്ന സ്ട്രാറ്റജിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ കാണാം. ഓക്കെ, അതുപോലെ പല ബ്ലോഗിലൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സ്ട്രാറ്റജിയുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. പക്ഷേ ഞാനിവിടെ പറയാൻ പോകുന്നത് അതിൻ്റെ കീ ഏരിയാസ് വളരെ എഫക്റ്റീവായിട്ട് ഇൻട്രാഡേയിൽ ഇത് എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, സോ CPR എന്നാണ് സ്ട്രാറ്റജിയുടെ പേര്. CPR എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലെവലാണ്. ഇത് ഒരു ഇൻട്രാഡേയിൽ സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കാം, എങ്ങനെ എൻട്രി എടുക്കാം, എക്സിറ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ CPR എന്ന് പറയുന്നത് സെൻട്രൽ പിവട്ട് റേഞ്ച് ആണ്. ഇത് നമുക്ക് നോർമലി ഒരു പിവട്ട് റേഞ്ച് ഒരു പിവട്ട് നമുക്കറിയാം അല്ലേ. മാർക്കറ്റിൽ ഒരു പിവട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ്, ലാസ്റ്റ് ഡേയിലെ പ്രൈസ്. അതായത് ലാസ്റ്റ് ഡേയിൽ നമുക്കറിയാം 4 പ്രൈസാണ് ഒരു ക്യാൻഡിൽ സ്റ്റിക്കിൽ, അല്ലെങ്കിൽ ഒരു ദിവസം ഫോം ചെയ്യുന്നത് 4 പ്രൈസാണ്. ഒരു ഡെയിലി ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4 പ്രൈസ് പോയിന്റ് ആണ് ഉള്ളത്. നമ്മൾ മുൻപ് വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുന്ന പ്രൈസ്, പിന്നെ ഒന്ന് ക്ലോസ് ചെയ്യുന്ന പ്രൈസ്, പിന്നെ അന്നത്തെ ദിവസം ലോ പോയ പ്രൈസും ഹൈ പോയ പ്രൈസും. ഓക്കെ, ഇതിപ്പോൾ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് അല്ലേ, ബുള്ളിഷ് ഡേ ആണ്. അതായത് ഓപ്പൺ ചെയ്ത പ്രൈസിനെക്കാളും മുകളിലാണ് ക്ലോസിംഗ് പ്രൈസ്. അപ്പം ഇതൊരു ബുള്ളിഷ് ആയിട്ടുള്ള ദിവസമാണ്. ഓക്കെ, ബയേഴ്സ് ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ ഈ ഒരു പ്രൈസിൽ നമ്മൾ ഈ ഓപ്പൺ ചെയ്ത പ്രൈസ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള 3 പ്രൈസ് ഉണ്ടല്ലോ, ഹൈ, ക്ലോസ്, ലോ, ഇതിനെ 3നെയും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഈ 3 പ്രൈസ് പോയിന്റ് എടുത്തിട്ട് അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിന്റാണ് പിവട്ട്. ഓക്കെ, ഈ പിവട്ടിൽ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് നമുക്ക് എല്ലാ പ്ലാറ്റ്ഫോമിലും ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ഉണ്ട്. അത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിവട്ട് ചാർട്ടിൽ ഡ്രോ ചെയ്യാൻ പറ്റും. ഈ പിവട്ടിൽ തന്നെ അതിൽ തന്നെ സെൻട്രൽ പിവട്ട് എന്ന് പറയുന്നതാണ് ഈ ലൈൻ, ഈ ആവറേജ്. ഇത് കൂടാതെ റെസിസ്റ്റൻസ് 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റ് ലൈൻസും കാണാം. അതുപോലെ സപ്പോർട്ട് 1, സപ്പോർട്ട് 2 എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റ് ലൈനും കാണാം. ഞാനത് ചാർട്ടിൽ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ബേസിക് ആയിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇതാണ് പിവട്ട്. ഈ പിവട്ട് എന്ന് പറയുന്നത് ഒരു ലൈനാണ്. ഓക്കെ, അതിപ്പോൾ ഒരു പോയിന്റ് ആവാം, മേ ബി 25, 100 എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് നിങ്ങൾ സങ്കല്പിക്കുക. ഓക്കെ, അപ്പം നമുക്കറിയാം മാർക്കറ്റിൽ ഒരു ലൈൻ അല്ല, സപ്പോർട്ട് അല്ല റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ലൈൻ അല്ല, ഒരു സോൺ ആയിരിക്കും. ഒരു പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിനൊരു സോണായിട്ടാണ് എപ്പോഴും കാണുക. ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സോണാണ്, ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു പിവട്ട് എന്ന് പറഞ്ഞ ഒരു ലൈൻ മാത്രം തന്നു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ചിലപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ റിവേഴ്സ് ആവണമെന്നോ അല്ലെങ്കിൽ ഇവിടെ വന്നിങ്ങനെ റിവേഴ്സ് ആവുന്നോ നമുക്ക് പറയാൻ പറ്റില്ല. മേ ബി അതൊരു ഏരിയ ആയിട്ടായിരിക്കും ചിലപ്പോൾ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഏരിയയാണ് ശരിക്കും നമ്മളെ സംബന്ധിച്ച് CPR എന്ന് പറയുന്നത്. ഓക്കെ, അതിന് മറ്റ് കാൽക്കുലേഷൻസും കൂടെ വെച്ചുകൊണ്ട് ഈ പിവട്ടിൻ്റെ മുകളിൽ ഒരു ലൈനും താഴെ ഒരു ലൈനും വരും, ഏകദേശം ഇങ്ങനെ. ഉദാഹരണത്തിന് ഇത് പിവട്ട്. ഓക്കെ, ഇത് സെൻട്രൽ പിവട്ട്, ഇത് ടോപ്പ് പിവട്ട്. ഓക്കെ, ഇത് ബോട്ടം.
ഓക്കെ. ഇങ്ങനെ ഒരു 3 ലൈൻ വരും. ഇതാണ് ശരിക്കും ഈ ഒരു സോണിനെയാണ് നമ്മൾ CPR എന്ന് പറയുന്നത്. സെൻട്രൽ പിവട്ട് റേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്ന ഈ ഒരു റേഞ്ചിനാണ് നമ്മൾ CPR എന്ന് പറയുന്നത്. ഓക്കെ. ഈ 3 ലൈൻ ഉണ്ടാവും. ഈ 3 ലൈന് തലേ ദിവസത്തെ പ്രൈസ് ആക്ഷനെ ബേസ് ചെയ്ത്, അതായത് തലേ ദിവസത്തെ ഓപ്പൺ ക്ലോസ് ലോ ഹൈ എന്ന് പറയുന്ന ഈ പ്രൈസിനെ ബേസ് ചെയ്തിട്ട്, അതിപ്പോൾ പല വിഡ്ത്ത് ഉണ്ടാവുമല്ലോ. ഇപ്പം വലിയൊരു റേഞ്ച് മാർക്കറ്റ് ഉണ്ടാവും, ചിലപ്പോൾ ചെറിയൊരു സൈഡ് വേസ് മാർക്കറ്റ്, ഒരു ചോപ്പി മാർക്കറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് മാർക്കറ്റ് ഉണ്ടാവും. തലേ ദിവസത്തെ പ്രൈസിങ് എങ്ങനെയാണോ ആ ഒരു വിഡ്ത്ത് അനുസരിച്ചിട്ട് ഈ CPRൻ്റെ കാൽക്കുലേഷൻസ് സ്വാഭാവികമായിട്ട് മാറും. നിങ്ങൾക്കത് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ മാറുന്നതനുസരിച്ചിട്ട് നമുക്ക് ഈ CPRൻ്റെ വിഡ്ത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ. ചിലപ്പോൾ ഇങ്ങനെ അടുപ്പിച്ചായിരിക്കും 3 ലൈൻ, ചിലപ്പം ഒറ്റ ലൈനായിട്ട് നമുക്ക് തോന്നിക്കും, പക്ഷെ 3 ലൈനായിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ അകന്നിട്ടായിരിക്കും ഉണ്ടാവുക. അതൊക്കെ തലേ ദിവസത്തെ പ്രൈസിനെ ബേസ് ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസം വളരെ നാരോ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ച് ആണെങ്കിൽ പിറ്റേന്നത്തെ CPR എന്ന് പറയുന്നത് വളരെ നാരോ ആയിട്ടുള്ള ലൈനായിരിക്കും. ചിലപ്പോൾ ഒരു ലൈനായിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്, 3 ലൈൻ ഉണ്ടാവും. അതേസമയം തലേ ദിവസത്തെ പ്രൈസ് അത്യാവശ്യം വോളറ്റൈലാണ്, നല്ല രീതിയിൽ വൈഡ് റേഞ്ച് ആണെങ്കിൽ പിറ്റേ ദിവസത്തെ പ്രൈസ് CPR എന്ന് പറയുന്നത് കുറച്ച് വിഡ്ത്ത് കൂടിയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ. സോ ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഓരോ CPRൻ്റെ വിഡ്ത്ത് അനുസരിച്ചിട്ടും അതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ തലേ ദിവസത്തെ CPRും പിറ്റേ ദിവസത്തെ CPRും തമ്മിലുള്ള റിലേഷൻ, അതിൻ്റെ അത് ഫോം ചെയ്തിരിക്കുന്ന ഏരിയ തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ടും നമുക്ക് ഒരുപാട് അനാലിസിസ് ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. കുറച്ച് ലെങ്തി ആയിരിക്കും വീഡിയോ, പക്ഷെ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇത് ഫീസ് മേടിച്ച് എല്ലാവരും ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്, പെയ്ഡ് കോഴ്സാണ്. ഞാനിത് ഫ്രീ ആയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇത് മിസ്യൂസ് ചെയ്യരുത്. നിങ്ങളിത് വളരെ നല്ല രീതിയിൽ ഇത് സ്കിപ്പ് ചെയ്യാതെ വളരെ ശ്രദ്ധിച്ച് മുഴുവൻ കണ്ട് ഈ സ്ട്രാറ്റജി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ലൈവ് ആയിട്ടുള്ള മാർക്കറ്റിൽ ചെറിയ ക്വാണ്ടിറ്റി എടുത്തുകൊണ്ട് ഇത് അപ്ലൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് കുറച്ച് ദിവസത്തേക്ക് ഒരു വാച്ച് ചെയ്ത് നോക്കുക. പേപ്പർ ട്രേഡിംഗ് പോലെ എന്തെങ്കിലും ചെയ്തിട്ട് ഇത് സ്ട്രാറ്റജി ഞാൻ പറയുന്ന രീതിയിലൊക്കെ വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കുക. നോക്കിയിട്ട് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ട്രേഡ് എടുത്ത് നോക്കാം. അത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്കത് പരിശീലിച്ച് നല്ലൊരു സ്ട്രാറ്റജി ആയിട്ട് നിങ്ങളുടെ കൂടെ കൂട്ടാം. ഓക്കെ. ഞാനതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം, വീഡിയോയിലേക്ക് നോക്കാം. ഓക്കെ. ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് നമ്മളിവിടെ നിഫ്റ്റിയുടെ ചാർട്ട് എടുക്കുകയാണ്. ഓക്കെ. ഏത് സ്റ്റോക്ക് വേണമെങ്കിലും എടുക്കാം. ഞാൻ കുറച്ചും കൂടി നിഫ്റ്റി എപ്പോഴും വാച്ച് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ ഒരു ട്രെൻഡ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് എടുക്കുന്നതേ ഉള്ളൂ. ഓക്കെ. നമുക്കറിയാം ഡെയിലി ലെവലിൽ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ എന്താണ് മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഡൗൺ ആണെന്ന് കാണാൻ പറ്റും. ഇന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ ബൗൺസ് ബാക്ക് ചെയ്തു അല്ലേ. ഇവിടം വരെ പോയിട്ട് ഇന്ന് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ട് ഇന്നൊരു 1 2 3 4 5 ഏകദേശം 5 ക്യാൻഡലിനെ എൻഗൾഫ് ചെയ്തുകൊണ്ട് വലിയൊരു ബുള്ളിഷ് തരംഗം മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴും ചെന്ന് നിൽക്കുന്ന ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഓക്കെ. സോ നെക്സ്റ്റ് ഡേ എന്താണ് സംഭവിക്കുന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. ഇതിന് മേളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും ബുള്ളിഷ് ആയിരിക്കും, അടുത്ത റെസിസ്റ്റൻസ് ഇതായിരിക്കും, പിന്നെ ഇങ്ങനെ പോകും. ഓക്കെ. നമുക്കറിയില്ല എന്താ സംഭവിക്കുന്നത്. പക്ഷെ എന്തായാലും ഇന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാം 5 ദിവസത്തെ ബിയറിഷ് ആയിട്ടുള്ള ട്രെൻഡിനെയാണ് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ഇത് എൻഗൾഫ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കവർ ചെയ്തു അല്ലേ. അത്രയും ശക്തമായിട്ടാണ് ഇന്ന് ബുള്ളിഷ് തരംഗം മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. 5 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ ഫോള് ഒറ്റ ദിവസം കൊണ്ട് നിഫ്റ്റി കവർ ചെയ്തിരിക്കുകയാണ്. വളരെ നല്ലൊരു ഇൻഡിക്കേഷനാണ് തന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് മഹാരാഷ്ട്ര ഇലക്ഷൻ്റെ റിസൾട്ട് എക്സിറ്റ് പോൾ അനുസരിച്ചിട്ട് നമ്മുടെ റൂളിംഗ് ഗവൺമെൻറ്റിന് അനുകൂലമായിട്ട് വന്നതുകൊണ്ട് ആണെന്നാണ്. ഒരു ട്രിഗറാണ് കേട്ടോ. ആ ന്യൂസിനെ ബേസ് ചെയ്ത് മാത്രമല്ല ഒരു മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. ഒരു മാർക്കറ്റിനൊരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ട്രെൻഡ് റിവേഴ്സ് ചെയ്യാനും ഒരു ട്രിഗർ വേണം. ആ ട്രിഗറാണ് ശരിക്കും പറഞ്ഞാൽ ഈ ന്യൂസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഗ്ലോബൽ ഇമ്പാക്റ്റ് ഒക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബുള്ളിഷ് തരംഗം അല്ലെങ്കിൽ ഈ ഒരു ഫോളിനെ റിവേഴ്സ് ചെയ്തത് ആ ഒരു ട്രിഗർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ. ആ ട്രിഗറാണ് ആ ന്യൂസ് മേ ബി. ഓക്കെ. അപ്പം ഓക്കെ, നമ്മുടെ സ്ട്രാറ്റജിയിലേക്ക് പോകും. അപ്പോൾ അത് ട്രെൻഡ് ജസ്റ്റ് ഞാനൊന്ന് പറയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇന്നലെ വരെയുള്ള ഇന്നത്തെ ക്യാൻഡിൽ വിട്ടേക്കൂ. ഇന്നലെ വരെയുള്ള ട്രെൻഡ് നിഫ്റ്റിയുടെ ഡൗൺ ആണ്. ഓക്കെ. നമുക്ക് നോക്കാം എങ്ങനെയാണ് CPR വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ 5 മിനിറ്റ്സിലേക്ക് ചാർട്ടിനെ നമ്മൾ മാറ്റുന്നു. ഓക്കെ. ഇതിപ്പോൾ 5 മിനിറ്റ്സിൻ്റെ ചാർട്ടാണ് നിഫ്റ്റിയിൽ. സോ ഇന്നത്തെ ട്രേഡിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ദിവസം വരെ അറിയാം ഒരു ഡൗൺഫോൾ ട്രെൻഡാണുള്ളത്. ഓക്കെ. ഇടയ്ക്കൊന്ന് അപ്പ് പോയെങ്കിലും വീണ്ടും ഡൗൺ വന്നു. ഇനി നമുക്ക് CPR അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഞാൻ ഇൻഡിക്കേറ്ററിൽ പോയിട്ട് CPR എന്നടിച്ചു. ഇതിപ്പോൾ എൻ്റെ ഫയേഴ്സിൻ്റെ പ്ലാറ്റ്ഫോമാണ്. സോ ഇതിൽ വളരെ നല്ല രീതിയിൽ CPR ഉണ്ട്. എനിക്ക് തോന്നുന്നു കൈറ്റിൽ സെറോദയുടെ കൈറ്റിൽ CPR ട്രേഡിംഗ് വ്യൂ ചാർട്ടിൽ ഇല്ലെന്ന് തോന്നുന്നു. സോ അതുകൊണ്ട് നിങ്ങൾ ഫയേഴ്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടൂൾസ് ട്രേഡിംഗ് വ്യൂവിലുള്ള പോലെ തന്നെ കുറേ അധികം ഇൻഡിക്കേറ്റേഴ്സും അതുപോലുള്ള വളരെ വൃത്തിയായ ഒരു ചാർട്ടും വളരെ റിയൽ ടൈം ആയിട്ട് ഇൻ്റഗ്രേഷൻ ഉള്ളൊരു ചാർട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഫയേഴ്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ. അത്
ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർ അത് ചെയ്യുക. അപ്പം CPR എന്ന് പറഞ്ഞ് നമ്മൾ ജസ്റ്റ് അടിക്കുമ്പോഴത്തേക്കും CPR വിത്ത് പിവറ്റ് ലെവൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് വരും. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ കുറേ ലൈൻസ് കൂടെ ഓട്ടോമാറ്റിക്കലി പ്ലേസ് ആയി. നമുക്ക് അത്ര ഒന്നും വേണ്ട. നമ്മൾ ജസ്റ്റ് എന്നിട്ട് ഈ ഇൻഡിക്കേറ്ററിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെയിലി പിവറ്റ് വേണം, സെൻട്രൽ BC അല്ലെങ്കിൽ TC, ബോട്ടം ലൈനും ടോപ്പ് ലൈനും വേണം. ബാക്കി ഒന്നും നമുക്ക് തൽക്കാലം വേണ്ടെന്ന് വെക്കുക. ഓക്കെ, കാരണം ചാർട്ടിന് ഒരുപാട് ഡാറ്റ ഇട്ടിട്ട് നമ്മൾ വെറുതെ ഇതാക്കണ്ട, കൺഫ്യൂഷൻ വരും. ഓക്കെ, പ്രീവിയസ് ഹൈ എല്ലാം ഉണ്ട് ഇതിനകത്ത്, നമുക്ക് അതൊന്നും വേണ്ട. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഈ കളർ മാത്രം ഒന്ന് മാറ്റി കൊടുക്കുന്നു. ഓക്കെ, സെൻട്രൽ പിവറ്റ് ഇതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് കളർ മാത്രം ഒന്ന് മാറ്റി കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ സിംഗിൾ ലൈൻ ആക്കാൻ വേണ്ടി, ഇതിപ്പോൾ ഒരു ലിങ്ക് ആയിട്ടാണ് കാണിക്കുന്നത്, സിംഗിൾ ലൈൻ ആക്കാനായിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ മാറ്റി കൊടുക്കാം കളർ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു നല്ലൊരു വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിനെ മോഡിഫൈ ചെയ്യാം. ഓക്കെ, ശരിക്കും എനിക്ക് കാണാൻ ഇഷ്ടമുള്ള രീതിയിൽ ഞാനിതിനെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾ കണ്ടു കഴിയും CPR എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ വന്നു. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു ഇത് ഇന്നത്തെ ചാർട്ടാണ്, അത് വിട്ടേക്ക്. ഈ ഒരു പ്രൈസ് കണ്ടില്ലേ, ഇതാണ് ഇന്നലത്തെ പ്രൈസ് ലെവൽ. ഓക്കെ, ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടം വരെയാണ് ഇന്നലത്തെ പ്രൈസ് ഉണ്ടായിരുന്നത്, 21-ാം തീയതിയിലത്തെ. അപ്പോൾ അന്നേരം നമുക്ക് അറിയാൻ പറ്റും ഈ ദിവസത്തെ പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ CPR ഇവിടെ ഫോം ആയിരിക്കുന്നത്. ഓക്കെ, ഇത് തലേ ദിവസം തന്നെ നമ്മൾ ട്രേഡ് അവസാനിച്ചതിന് ശേഷം നമുക്കിത് കണ്ടുപിടിക്കേണ്ട മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ട്രേഡിംഗ് വ്യൂവിലാണെങ്കിൽ അതിനൊരു സെപ്പറേറ്റ് ഇൻഡിക്കേറ്റർ വേറെ ഉണ്ട്, നമുക്ക് ഫയേഴ്സിലൊന്നും അത് കിട്ടില്ല. ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ടിൽ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്, നെക്സ്റ്റ് ഡേ CPR എന്താണെന്ന് നമുക്ക് വരച്ചിടാനായിട്ട്. അതല്ല എങ്കിൽ അതില്ലാത്തവർക്ക് ഇതിൻ്റെ പ്രൈസ് എടുത്തിട്ട് ആ കാൽക്കുലേഷൻ വെച്ചിട്ടും ചെയ്യാം. ജസ്റ്റ് ആ കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. CPRൻ്റെ കാൽക്കുലേഷൻസ് അടിച്ചെടുത്തു കഴിഞ്ഞാൽ വരും, അതനുസരിച്ച് നിങ്ങൾക്ക് CPR കാൽക്കുലേറ്റ് ചെയ്തിടാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഒരു എക്സലിനകത്ത് ആ ഫോർമുല ഉണ്ടാക്കി വെച്ചിട്ട് ഡെയിലി ഓപ്പൺ അല്ല ഹൈ ലോ ക്ലോസ് എന്നുള്ള പ്രൈസ് ഇട്ട് കഴിഞ്ഞാൽ ആ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേയിലേക്കുള്ള പിവറ്റ് CPR നമുക്ക് വരച്ചിടാൻ പറ്റും ചാർട്ടിൽ. അപ്പോൾ അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ട്രേഡിംഗ് വ്യൂവിൽ പോയി കഴിഞ്ഞാൽ ആ ഇൻഡിക്കേറ്റർ ഫ്രീ ആയിട്ട് അതിനകത്തുണ്ട്, അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ കിട്ടും. അത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തവർ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക, ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു ഇന്നലത്തെ പ്രൈസ് ആക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ CPR ഇവിടെ ഫോം ആയിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു പ്രൈസ് ഇത്രയും പ്രൈസ് ഇങ്ങനെ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു CPR ഇന്ന് ഫോം ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് അപ്പോൾ ഈ CPR എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? ഇന്നലത്തെ പ്രൈസ് അല്ല, മിനിഞ്ഞാന്നത്തെ പ്രൈസിനെ ബേസ് ചെയ്തിട്ടല്ലേ, ഈ ഒരു പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ CPR ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ഹൈ ലോ ക്ലോസ് എടുത്തിട്ടാണ് ഈ ലൈൻ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ രണ്ടിനെ കാൽക്കുലേഷൻ എനിക്ക് കാണാതറിയില്ല, അത് ഒരു ഫോർമുല ഉണ്ട്, അതിനെ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു സോണും വരും. അപ്പോൾ ഈ സോണ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതൊരു സപ്പോർട്ട് അല്ലെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇന്നത്തെ മാർക്കറ്റിൽ ഇത് എന്തായി, സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു അല്ലേ, വളരെ നല്ല സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. നോക്കി, ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വന്ന് ഇവിടുന്ന് ബയ്യർ റിജക്ട് ചെയ്ത് ഇതിനൊരു നല്ലൊരു ഹാമർ ക്യാൻഡിലാക്കി ക്രിയേറ്റ് ചെയ്തിട്ട് ഇന്ന് ഫുള്ള് മാർക്കറ്റ് എന്തായിരുന്നു, അപ് ട്രെൻഡ് ആയിരുന്നു അല്ലേ. അപ്പം ഇത് വളരെ നല്ല രീതിയിലുള്ള സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. നിങ്ങൾക്ക് ഓരോ ദിവസം നോക്കി അറിയാൻ പറ്റും. ചില ദിവസങ്ങളിൽ ഇത് വർക്ക് ആവണമെന്നില്ല, ചിലപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് മാറിയായിരിക്കും ട്രേഡ് നടക്കുന്നത്. അപ്പം അങ്ങനെ സംഭവിക്കാം. ഞാൻ പറഞ്ഞാൽ 100% ഇതിനകത്ത് വർക്ക് ആകില്ല. മോസ്റ്റ് ഓഫ് ദ ഡേ വന്നിട്ട് ഇത് സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കൊണ്ട് ആക്ട് ചെയ്യും. ഓക്കെ, പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ട്രേഡ് നടക്കുന്ന ദിവസം ഉണ്ട്, വളരെ ചോപ്പി ആയിരിക്കും. അന്ന് പ്രത്യേകിച്ച് ട്രേഡ് ഒന്നും നോക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതിനകത്ത് നോക്കുമ്പോൾ പ്രത്യേകിച്ച് എൻട്രി ഉണ്ടാവില്ല. പിന്നെ വേറൊരു പോയിന്റ്, അത് ഒന്നാമത്തെ പോയിന്റ്, ഇതിനകത്ത് ചാർട്ട് ട്രേഡ് നടക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് അന്ന് ട്രേഡ് ഓപ്പർച്യൂണിറ്റി കുറവായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ വിട്ട് കുറയും തോറും ഈ റെസിസ്റ്റൻസ് അല്ലെ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി വിട്ട് കൂടിയ CPR ആണെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യുക ചിലപ്പോൾ അസാധ്യമായിരിക്കാം, എന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റില്ല എന്നല്ല, മോസ്റ്റ്ലി അത് ബ്രേക്ക് ചെയ്യാതെ ഇതിങ്ങനെ തട്ടി റെസിസ്റ്റൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഇതിന് മേലെ ആണെങ്കിൽ ഇങ്ങനെ സപ്പോർട്ടായിട്ടൊക്കെ ആക്ട് ചെയ്യാനാണ് സാധ്യത കൂടുതലുള്ളത്. ഓക്കെ, മേ ബി ഇവിടെ വന്നിട്ട് ഇത് പോകണമെന്നില്ല, CPR വരെ പിവറ്റ് വരെയോ അല്ലെങ്കിൽ ബോട്ടം CPR വരെയൊക്കെ ചിലപ്പോൾ ഇറങ്ങി വരാം. അതുപോലെ തിരിച്ച് ഇവിടുന്ന് ഇങ്ങനെ തിരിയണമെന്നില്ല, അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ തിരിയണമില്ല, ഇവിടം വരെയൊക്കെ പോയിട്ട് തിരിഞ്ഞാലും നമുക്ക് ഇത് നമ്മുടെ റെസിസ്റ്റൻസ് സോൺ അല്ലെങ്കിൽ സപ്പോർട്ട് സോണായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുക. കാരണം ഈ ഒരു ഏരിയയാണ് നമ്മളെ സംബന്ധിച്ച് വേണ്ടത്, അല്ലാതെ ഈ 3 ലൈനിൽ ഏതെങ്കിലും ഒന്നൊന്നല്ല, ഈ 3 ലൈനും കൂടെ ചേരുന്നതാണ് നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു ഏരിയ എന്ന് പറയുന്നത്, ആ സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ വരുമ്പോൾ നമ്മുടെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഫോർമേഷനെ ബേസ് ചെയ്തിട്ട് ട്രെൻഡ് എങ്ങോട്ടാണെന്നൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ടൊക്കെയാണ് എൻട്രി എടുക്കുന്നത്. അതിലേക്ക് ഞാൻ വരാം. ഇപ്പം ജസ്റ്റ് ഇതിൻ്റെ റിലവൻസ് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും CPR എന്താണ്, അതെങ്ങനെയാണ് ചാർട്ടിൽ എടുക്കേണ്ടത്, ഡ്രോ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായി. ഇനി ഇതിൻ്റെ മറ്റ് ചില അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ.
സോ ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിന് പഠിക്കാൻ പോകുന്നത് ഇതിന് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഇപ്പോൾ ഇന്നലത്തെ CPRും ഇന്നത്തെ CPRും തമ്മിൽ നമ്മൾ റിലേഷൻഷിപ്പ് പറയും. 7 റിലേഷൻഷിപ്പാണ് ഉള്ളത്. ഓക്കെ, 7 റിലേഷൻഷിപ്പ് ഉണ്ട്. ഓക്കെ, ഈ 7 റിലേഷൻ എന്ന് പറയുന്നത് ബേസ് ചെയ്തിട്ട് നമുക്ക് മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഏകദേശം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. സോ പ്രെഡിക്ഷൻ ഒരു സജഷൻ അല്ല, ഒരിക്കലും മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ പോലും നമുക്ക് ചെറിയൊരു ബയാസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ ഒരു ഫോർമേഷൻ കൊണ്ട്. അത് ഒരു 60 അല്ലെങ്കിൽ 70% ഒക്കെ വർക്ക് ആകാറുമുണ്ട്. പക്ഷെ കംപ്ലീറ്റ് ഒരു പ്രഡിക്ഷൻ അല്ല, കാരണം ഓവർനൈറ്റ് എന്ത് വേണേലും സംഭവിക്കാം. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റിൻ്റെ പിറ്റേ ദിവസത്തെയുള്ള സെൻറ്റിമെൻറ്റ്. സോ നമ്മൾ ഇതിനെ ഒരു ജസ്റ്റ് ഒരു നമുക്കൊരു വ്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ ഉപയോഗിക്കാം. പക്ഷെ ഒരിക്കലും ആ വ്യൂ കംപ്ലീറ്റ് ആക്യുറേറ്റ് ആണെന്ന് വിശ്വസിക്കാൻ പാടില്ല. ഓക്കെ, 7 റിലേഷൻഷിപ്പ് ഉണ്ട്. ഈ 7 റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇപ്പോൾ തലേ ദിവസത്തെ CPR ഇതാണെങ്കിൽ പിറ്റേ ദിവസത്തെ CPR ഇതിൻ്റെ മുകളിലാണ് ക്രിയേറ്റ് ആകുന്നതെങ്കിൽ ഇതിനെ നമ്മൾ ഹയർ വാല്യൂ റിലേഷൻ എന്ന് പറയും. ഓക്കെ, ഹയർ വാല്യൂ റിലേഷൻ. ഇതിൻ്റെ സൂചന എന്താണ്? മാർക്കറ്റ് ബുള്ളിഷ് ആകുന്നു എന്നാണ്. ഓക്കെ, പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? അപ്പോൾ അങ്ങനെ ആകണമെങ്കിൽ അതിന് വേറൊരു കാര്യങ്ങളുണ്ട്. പിറ്റേ ദിവസം ഓപ്പൺ ചെയ്യുന്ന പ്രൈസിൻ്റെ റിലവൻസും കൂടെ നമ്മൾ നോക്കണം. ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കണ്ടു, ഹയർ വാല്യൂ റിലേഷൻഷിപ്പ്. അതായത് ഈ തലേ ദിവസത്തെ CPRന്റെ കംപ്ലീറ്റ് മുകളിലാണ് ഇന്നത്തെ CPR, പിറ്റേന്നത്തെ CPR എങ്കിൽ ഹയർ വാല്യൂ റിലേഷൻഷിപ്പ് ആണ്. അതൊരു ബുള്ളിഷ് വ്യൂ ആണ്. ഓക്കെ, ബുള്ളിഷ് വ്യൂ ആണ്. ഒന്ന് സംഭവിച്ചാൽ മാത്രം, എന്താണിത്? പിറ്റേന്ന് പ്രൈസ് ഓപ്പൺ ചെയ്യുന്നത് ഇതിൻ്റെ മുകളിലാണെങ്കിൽ മാത്രം. ഓക്കെ, അതേസമയം ഇതിൻ്റെ താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ വീണ്ടും ആ ട്രെൻഡ് ഡൗൺ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ട്രെൻഡ് കണ്ടിന്യൂഷനോ സൈഡ് വേസോ ആയിരിക്കും. ഈ CPR ഇങ്ങനെ ഹയർ വാല്യൂ റിലേഷൻ ക്രിയേറ്റ് ചെയ്യുകയും അതിൻ്റെ മുകളിൽ പ്രൈസ് പിറ്റേന്ന് ഓപ്പൺ ആയി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അത് എന്തായിരിക്കും? ഒരു ട്രെൻഡ് റിവേഴ്സലോ അല്ലെങ്കിൽ ബുള്ളിഷോ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത്, അത് ഒന്നാമത്തെ റിലേഷൻഷിപ്പ്. ഇനി രണ്ടാമത്തെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഓവർലാപ്പിംഗ് ഹയർ വാല്യൂ എന്ന് പറയും. ഇപ്പം ഉദാഹരണത്തിന് ഇതാണ് തലേ ദിവസത്തെ CPR എന്ന് പറയും, പിറ്റേ ദിവസത്തെ CPR ഇതാണ്. അതിന് പകരം ഈ 2 ലൈൻ മുകളിലും ഒരു ലൈൻ ഇതിനകത്ത് വന്നെന്ന് വെക്കുക. ഇത് കംപ്ലീറ്റ്ലി ഹയർ വാല്യൂ അല്ല, ഓവർലാപ്പിംഗ് ഹയർ വാല്യൂ ആണ് അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പറയാം മോഡറേറ്റ് ബുള്ളിഷ് ആണെന്ന് പറയാം. ഓക്കെ, ആദ്യത്തെ സെനാരിയോ നമ്മൾ പറഞ്ഞു കംപ്ലീറ്റ് ഒരു ബുള്ളിഷ്, രണ്ടാമത്തേൽ ഇതിൻ്റെ ഒരു ലൈൻ ഇതിനകത്താണ് വന്നിരിക്കുന്നത്, അപ്പം ഓവർലാപ്പിംഗ് ഹയർ വാല്യൂ ആണ്. ഈ റിലേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇതിനെ മോഡറേറ്റ് ബുള്ളിഷ് എന്ന് പറയാം. ഓക്കെ, ഇനി മൂന്നാമത്തെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അൺചേഞ്ച്ഡ് പിവട്ടാണ് CPR. അതായത് തലേ ദിവസത്തേതും പിറ്റേ ദിവസത്തേതും ഏകദേശം ഒരുപോലെ ഇരിക്കും. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അന്ന് ഫോം ആവുന്ന പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഫോർമേഷൻ വരുന്നത്. അപ്പം ഇൻ കേസ് ഇങ്ങനെ ഒരേ ലെവലിലാണ് ഈ CPR ഉള്ളതെങ്കിൽ അൺചേഞ്ച്ഡ് റിലേഷൻഷിപ്പ് എന്ന് പറയും. ഇത് എന്ന് പറയുന്നത് 2 ഔട്ട്കം തരാം മാർക്കറ്റിൽ. ഒന്ന്, ഒരു ബ്രേക്ക് ഔട്ട് തരാം, അല്ലെങ്കിൽ ഒരു സൈഡ് വൈസ് മൂവ്മെൻ്റ് ആയിരിക്കും പിറ്റേ ദിവസം ഉണ്ടാവുക. അതായത് ഈ രണ്ടാമത്തെ ദിവസം മാർക്കറ്റിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ്. ഓക്കെ, ഇനി നാലാമത്തെ റിലേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു CPR ഉണ്ടാവും നോക്കുക. ഇന്ന് നാളത്തെ CPR ഇതിനകത്താണ് ഫോം ആണെന്ന് നോക്കുക, ഇൻസൈഡ് റിലേഷൻ എന്ന് പറയും. ഓക്കെ, ഇൻസൈഡ് റിലേഷൻ. അങ്ങനെയാണ് എങ്കിൽ അന്ന് ഒരു ബ്രേക്ക് ഔട്ടിനാണ് മോസ്റ്റ്ലി സാധ്യതയുള്ളത്. ഓക്കെ, ബ്രേക്ക് ഔട്ടിന് സാധ്യത ഉണ്ടാവും. ഇങ്ങനെ എത്ര റിലേഷൻഷിപ്പ് പറഞ്ഞു? നമ്മളിപ്പം 4 റിലേഷൻഷിപ്പ് പറഞ്ഞു അല്ലേ? ഒന്ന് ഹയർ വാല്യൂ പറഞ്ഞു, ഓവർലാപ്പിംഗ് ഹയർ വാല്യൂ പറഞ്ഞു, അൺചേഞ്ച്ഡ് പറഞ്ഞു, ഇൻസൈഡ് പറഞ്ഞു. ഓക്കെ, ഇനി ഒരെണ്ണം കൂടുണ്ട്, ഔട്ട്സൈഡ് CPR. ഔട്ട്സൈഡ് CPR എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഈ CPRനകത്തായിരിക്കും, ഇതിനെ എൻഗൾഫ് ചെയ്തുകൊണ്ടായിരിക്കും ഈ CPR പിറ്റേന്ന് ഉണ്ടാവുക. ഇത് ശരിക്കും എന്താണ്? മാർക്കറ്റിലെ സെൻറ്റിമെൻറ്റ്സിന് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ തലേദിവസത്തെ മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ് എന്താണോ അതുപോലെ തന്നെ ഏകദേശം വർക്ക് ചെയ്യുമെന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ഔട്ട്കം നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ബിയറിഷിൻ്റെ 2 റിലേഷൻഷിപ്പും കൂടെ ഉണ്ട്. നമ്മൾ പറഞ്ഞ ഹയർ വാല്യൂവിന് പകരം ലോവർ വാല്യൂ, അതായത് കംപ്ലീറ്റ്ലി ഈ CPRന്റെ താഴെ ഈ CPR ഫോം ആകും. അതായത് ഇത് തന്നെ ഈ എക്സാമ്പിൾ നോക്കുക. ഇത് മിനിഞ്ഞാന്ന് എത്ര ദിവസം? 18-ാം തീയതിയിലത്തെ CPR ആണ്. അതിൻ്റെ താഴെയാണ് പിറ്റേന്ന് 19-ലെ CPR കംപ്ലീറ്റ് ഫോം. ഇതൊരു ലോവർ വാല്യൂ റിലേഷൻഷിപ്പാണ്. ഇതിൻ്റെ അർത്ഥം ഇന്ന് മാർക്കറ്റ് ബിയറിഷ് ആയിരിക്കും എന്നാണ്. എങ്കിൽ ബിയറിഷ് ആണെങ്കിൽ എന്ത് സംഭവിക്കണമെന്ന് കൂടെ പറഞ്ഞു. പിറ്റേന്ന് ഓപ്പൺ ചെയ്യുന്ന പ്രൈസ് ഇതിന് താഴെ ആയിരിക്കണം. ഇത് നോക്കി, ഇവിടെ ഇത് മേളിൽ ഓപ്പൺ ചെയ്യുകൊണ്ട് അത് മേളിലേക്ക് പോയി അല്ലേ? ഇവിടെ ഓപ്പൺ ചെയ്യുന്നത് അത് ഏകദേശം ഇതിന് താഴെ ലോവർ വാല്യൂയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ സൈഡ് വൈസ് ആയിട്ട് ട്രേഡ് ചെയ്തേനെ. ഇനി അടുത്തത്, നേരത്തെ നമ്മൾ ഓവർലാപ്പിംഗ് ഹയർ വാല്യൂ പറഞ്ഞ പോലെ തന്നെ ഓവർലാപ്പിംഗ് ലോവർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാം, ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനൊരു CPR ഇന്നുണ്ടായി, നാളത്തെ CPR ഇങ്ങനെ വരികയാണ്.
ഒരു ലൈൻ ഇതിൻ്റെ ടോപ്പ് CPR എന്ന് പറയുന്ന ലൈൻ ഇതിനുള്ളിൽ വരുന്നു. അപ്പോൾ ഇത് ഓവർലാപ്പിംഗ് ആയി, കംപ്ലീറ്റ്ലി ഇതിൻ്റെ താഴെ അല്ല. അപ്പോൾ ഓവർലാപ്പിംഗ് ലോവർ വാല്യൂ ആയി ഇവിടെ, ഓവർലാപ്പിംഗ് ലോവർ വാല്യൂ. ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? മോഡറേറ്റ് ബീറിഷ് ആയിരിക്കും. ഇതിൻ്റെ താഴെയാണ് പിറ്റേന്ന് പ്രൈസ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ഇതിൻ്റെ മേളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ കംപ്ലീറ്റ് സെനാരിയോ മാറി. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്പൺ ട്രെൻഡ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ പ്രൈസ് ഓപ്പൺ ചെയ്യുന്നത് എവിടെയാണെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഈ ബിയാസ് അല്ലെങ്കിൽ നമ്മുടെ ഈ വ്യൂ നമ്മൾ ഉറപ്പിക്കാവുള്ളൂ. ഓക്കെ, അല്ലാതെ റിലേഷൻഷിപ്പ് നമുക്ക് തലേ ദിവസം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് കണ്ടില്ലേ, ഇത് ഇവിടെ ഇന്ന് ക്രിയേറ്റ് ചെയ്തു, ഇന്നലെ രാത്രി തന്നെ നമുക്ക് ഇരുന്നിട്ട് കണ്ടുപിടിക്കാം ഇന്നത്തെ CPR ഇവിടെയാണെന്നുള്ളത്. ഇത് ക്ലിയർ ആയിട്ട് നമുക്കറിയാം ലോവർ വാല്യൂ ആണ് അല്ലേ. ലോവർ വാല്യൂ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിയറിഷ് ആണ് നമുക്ക് ഊഹിക്കാം. ഈ ബിയറിഷ് ആണെന്ന് കണ്ടിട്ട് രാവിലെ തന്നെ ഇവിടെ നമ്മൾ ഷോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ സെല് ചെയ്യാൻ വേണ്ടി കച്ചകെട്ടിയിരുന്ന കാര്യം നടക്കുമോ? നമ്മുടെ കയ്യിലുള്ളതെല്ലാം ഇന്ന് മാർക്കറ്റിന് കൊടുത്തിട്ട് പോകേണ്ടി വന്നേനെ. കാരണം ഇന്ന് മാർക്കറ്റ് നോക്കിയാൽ ട്രെൻഡിങ് ആയിട്ട് ഏകദേശം എത്ര പോയിന്റ് പോയി? 560 പോയിന്റ് പോയി ഇല്ലേ. നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടിട്ട് താഴേക്ക് തന്നെ മാർക്കറ്റ് പോകുമെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? എപ്പോഴും ഓപ്പൺ ചെയ്യുന്ന പ്രൈസും ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് പ്രൈസിൻ്റെ ആക്ഷൻ എന്താണെന്ന് നോക്കിയിട്ട് മാത്രം നമ്മുടെ വ്യൂ നമ്മൾ ഉറപ്പിക്കാവുള്ളൂ. അതുവരെ ഒരു ഇൻഡിക്കേഷൻ മാത്രമാണ്. ഓക്കെ, അപ്പം 7 റിലേഷൻഷിപ്പ് പഠിച്ചില്ലേ? ആ 7 റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മാർക്കറ്റിൻ്റെ ട്രെൻഡ് കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക, ഞാനത് ചാറ്റിങ്ങിലൂടെ റിപ്ലൈ ചെയ്ത് പറഞ്ഞുതരാം. അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ഇതിന് അടുത്തൊരു സീരീസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നിങ്ങളുടെ ഡൗട്ട് എന്ത് തന്നെയായാലും ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ആരും പാതി മനസ്സിലാക്കിയിട്ട് പോയിട്ട് ഇത് ലൈവ് മാർക്കറ്റിൽ അപ്ലൈ ചെയ്തിട്ട് ലോസ് ഉണ്ടാക്കരുത്. അതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം, പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡിലേക്ക് പോവുക. ഡൗട്ട്സ് ഉള്ളവർ ചോദിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പ് പഠിച്ചു അല്ലേ. ഇനി CPRനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഒന്ന്, വിഡ്ത്ത് കൂടിയ CPR ആണെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് പോകാൻ സാധ്യത കുറവാണ്. അത് റിവേഴ്സൽ, അതായത് താഴേന്ന് പോയിട്ട് മേളിലേക്ക് ഇങ്ങനെ ടച്ച് ചെയ്യുകയാണെങ്കിൽ അത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്റ്റീവ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മോളിൽ നിന്ന് വന്നിട്ട് പ്രൈസ് ഇങ്ങനെ ടച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിനെ സപ്പോർട്ടായിട്ട് ആക്റ്റീവ് എന്ന് പറഞ്ഞു. ഇത് ബ്രേക്ക് ചെയ്യാൻ സാധ്യത കുറവാന്ന് പറഞ്ഞു വിഡ്ത്ത് കൂടുതലാണെങ്കിൽ. ഇനി വിഡ്ത്ത് തീരെ കുറവാണെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞു അല്ലേ. പിന്നെ ഇതിൻ്റെ മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും ബുള്ളിഷ് വ്യൂ ആയിരിക്കും ഉണ്ടാവുക. ഇതിന് താഴെയാണെങ്കിൽ ഒരു ബിയറിഷ് വ്യൂ ആയിരിക്കും ഉണ്ടാവുക. ഇനി വളരെയധികം മാർക്കറ്റ് ഇങ്ങനെ ഈ CPRൽ നിന്ന് മാറിയിട്ടാണ് ട്രേഡ് നടക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഈ CPRനെ ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ പറ്റില്ല. പ്രൈസിൻ്റെ ആക്ഷൻ എന്താണോ അല്ലെങ്കിൽ മറ്റ് ഇൻഡിക്കേഷൻ എന്തെങ്കിലും നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ എടുക്കാം. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ റിലേഷൻഷിപ്പ് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, വിഡ്ത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. CPRൻ്റെ വിഡ്ത്ത് കൂടി കഴിഞ്ഞാൽ ഈ വിഡ്ത്ത് ഇങ്ങനെ കൂടുന്ന ദിവസം മോസ്റ്റ്ലി ഒരു സൈഡ് വേസ് ട്രെൻഡിനായിരിക്കും സാധ്യത കൂടുതൽ. നാരോ CPR ഉള്ള ദിവസം ട്രെൻഡിങ് മാർക്കറ്റിനായിരിക്കും സാധ്യത കൂടുതൽ. അതും ഇതിൻ്റെ ഒരു പോയിന്റാണ്. ഇതൊക്കെ പ്രോബബിലിറ്റി ആണ് കേട്ടോ. നിങ്ങൾ ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ CPR വരച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. അപ്പം ഞാൻ പറയുന്നു, വീതി കൂടിയ അല്ലെങ്കിൽ വിഡ്ത്ത് കൂടിയ CPR ആണെങ്കിൽ സൈഡ് വേസ് ആയിരിക്കാം. ഓക്കെ, അതായത് റേഞ്ച് ബൗണ്ട് ആകാൻ സാധ്യതയുണ്ട്. ഇനി നാരോ CPR ആണെങ്കിൽ അത് ഒരു ട്രെൻഡിങ് ഡേ ആകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇപ്പം നിങ്ങൾക്ക് ഇത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ നമ്മൾ CPR കണ്ടുപിടിക്കുമ്പോൾ ഒരു നാരോ ആണെന്ന് നമുക്ക് മനസ്സിലായി. അന്നത്തെ പ്രൈസ് ഏകദേശം ട്രെൻഡിങ് ആയിരുന്നു അല്ലേ, മുകളിലേക്ക് പോയി. അതിനുശേഷം മാർക്കറ്റ് ഈ ലോ ബ്രേക്ക് ചെയ്ത് താഴേക്കും വന്നു അല്ലേ. ഇത് പ്രൊഫഷണൽ ട്രേഡേഴ്സ് അല്ല, സ്മാർട്ടായിട്ടുള്ള ട്രേഡേഴ്സിന് നല്ല രീതിയിൽ ഇവിടെ ട്രേഡ് കിട്ടിയിട്ടുണ്ട്. ഷോർട്ട് സൈഡും ലോങ് സൈഡും ഷോർട്ട് സൈഡും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രെൻഡ് ഒക്കെ നോക്കി അറിയാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഇതും അതുപോലെ തന്നെ വിഡ്ത്ത് കുറഞ്ഞ നാരോ CPR ആണ്. എന്നാലും മാർക്കറ്റിൻ്റെ അവസ്ഥ ട്രെൻഡിങ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഇത് നോക്കിയാൽ കുറച്ച് വിഡ്ത്ത് ഉണ്ട്. എന്തായിരുന്നു, രാവിലത്തെ ഒരു കോൾ കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് എന്തായി? കംപ്ലീറ്റ് ചോപ്പി ആയിപ്പോയി അല്ലേ. എക്സ്പയറി ഡേയും കൂടെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് CPRനെ വെച്ചിട്ട് നമുക്ക് അനാലിസിസ് നടത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ CPRനെ കുറിച്ച് CPRൻ്റെ വിഡ്ത്ത് എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ CPRൻ്റെ 7 റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞു തന്നു. ആ 7 റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ എന്തായിരിക്കും മാർക്കറ്റ് പെർഫോം ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു വ്യൂ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എത്ര വാല്യൂ ഉള്ള ഇൻഫർമേഷനാണ് തന്നതെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. കാരണം ഇത് പെയ്ഡായിട്ട് ആൾക്കാർ ചെയ്യുന്നതാണ്. ഞാനത് വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അത് നിങ്ങൾ വളരെ നല്ല രീതിയിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്തും ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ ഇതിനെ ടെസ്റ്റ് ചെയ്ത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഇത് വർക്ക് ആവുന്നുണ്ട്, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ലൈവ് ട്രേഡിലേക്ക് പോവുക. ഓക്കെ, അപ്പം ഇതുപോലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഞാൻ ഇനിയും പറഞ്ഞു തരാം. പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് വേണം. വീഡിയോ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സർക്കിളിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്ത് എത്തിക്കുക.
ഓക്കെ. പ്ലസ് പിന്നെ കമൻറ്റുകൾ ധാരാളം ഇടുക. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വീഡിയോയെക്കുറിച്ച് മോശമായിട്ടുള്ളതോ അല്ലെങ്കിൽ നല്ലതായിട്ടുള്ള കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. ഓക്കെ, ഞാൻ അതിനൊക്കെ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതായിരിക്കും. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്രത്യേകം ചോദിക്കുക. ഞാനത് വീണ്ടും വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. കാരണം അത് ക്ലിയർ ചെയ്ത് തന്നു കഴിഞ്ഞാലാണ് ഈ വീഡിയോയ്ക്ക് ഒരു അർത്ഥം ഉണ്ടാകുന്നത് അല്ലേ. ഈ വീഡിയോ ഞാൻ ഇട്ടു അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കി എന്തെങ്കിലും ചെയ്ത് കുറച്ച് പൈസ കളഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. ആ ക്ലിയർ ചെയ്ത് തരാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാൻ പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യം നിങ്ങൾ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്നു എന്നിടത്താണ് എൻ്റെ സക്സസ്. അല്ലാതെ എനിക്ക് വീഡിയോ കുറച്ച് ലൈക്കോ റീച്ചോ കിട്ടുന്നതുകൊണ്ട് മാത്രം അതുകൊണ്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. ഓക്കെ, അപ്പോൾ പിന്നീട് ഈ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഇതിൽ നല്ല കണ്ടന്റുകൾ എനിക്ക് ഇടണമെങ്കിൽ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ അത് നിങ്ങൾ മറക്കരുത്, ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, അതുപോലെ മറ്റ് പലരിലേക്കും ഈ വീഡിയോസ് എത്തിക്കുക. ഓക്കെ, അങ്ങനെ നമുക്ക് വലിയൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിലൂടെ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ പേർക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഇതാണ് CPR കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ CPR കാൽക്കുലേഷൻസ് നിങ്ങൾ നെറ്റ് നോക്കി കണ്ടുപിടിക്കുക. കാരണം വീഡിയോയുടെ ലെങ്ത് വല്ലാണ്ട് കൂടി പോകുന്നു. അപ്പോൾ CPR ജസ്റ്റ് ഇതിങ്ങനെ നിങ്ങൾ ഇൻഡിക്കേറ്ററിൽ പോയിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ സെറ്റിംഗ്സിൽ പോയിട്ട് ഞാൻ നേരത്തെ ചെയ്ത പോലെ അത് മാറ്റി കൊടുക്കുക. ഓക്കെ, മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ചാർട്ടിൽ കിട്ടും. ഓക്കെ, നമ്മൾ ഈ പ്രൈസ് പോയിന്റ് ഒന്നും നമുക്കിവിടെ ആവശ്യമില്ല, നമുക്ക് ലൈൻ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ലൈൻ ഇവിടെ വന്ന് കിടക്കും. ഓക്കെ, ഇനിയിപ്പോൾ നാളത്തെ CPR നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ മൺഡേയിലെ CPR എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇന്നുണ്ടായിരുന്ന ഹൈ എടുക്കുക, ക്ലോസ് എടുക്കുക, ലോ എടുക്കുക, എന്നിട്ട് ആ ഫോർമുലയിലേക്ക് എക്സലിൽ ആ ഫോർമുല ഇട്ടിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് 3 പ്രൈസ് പോയിന്റ് കിട്ടും. ആ 3 പ്രൈസ് പോയിന്റ് നിങ്ങൾ ലൈനായിട്ട് ഇവിടെ വരച്ചിട്ടാൽ മതി. ഓക്കെ, വരച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു CPR എന്താണെന്ന് മനസ്സിലാവും. അതിൻ്റെ വിഡ്ത്ത് മനസ്സിലാവും. ഇന്നത്തെ CPRും നാളത്തെ CPR എവിടെയാണ് ഫോം ആകുമെന്ന് അറിയാൻ പറ്റും. ഇങ്ങനെ 3 വര വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ CPR എവിടെയാണ് ഫോം ആകുന്നത് നാളെ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ എന്താ പറഞ്ഞത്, ഹയർ വാല്യൂ ആണെങ്കിൽ ബുള്ളിഷ് ആയിരിക്കും മാർക്കറ്റ് അല്ലേ. എന്തായാലും ഈ ഒരു ട്രെൻഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നാളത്തെ CPR ഏകദേശം ഇതിൻ്റെ മുകളിൽ തന്നെ ആയിരിക്കും അല്ലേ. മുകളിൽ തന്നെ ആയിരിക്കും. പക്ഷേ അതിൻ്റെ വിഡ്ത്ത് എത്രയാണെന്നൊക്കെയാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് തന്നെ നോക്കണം. മുകളിലാണെങ്കിൽ തന്നെ നമുക്ക് ഊഹിക്കാം തിങ്കളാഴ്ചത്തെ മാർക്കറ്റ് ബുള്ളിഷ് ആയിരിക്കും. ബുള്ളിഷ് ആണെങ്കിൽ എന്ത് സംഭവിക്കണം, ഓപ്പൺ ചെയ്യുന്നത് ആ CPRന്റെ മുകളിൽ എവിടെയെങ്കിലും ആയിട്ട് ഈ ബോട്ടത്തിന് താഴെ വരാതെ, ഈ ബോട്ടം ലൈനിന് താഴെ വരാതെ സപ്പോർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം അന്നത്തെ ട്രെൻഡ് മുകളിലേക്ക് തന്നെ പോകാനായിരിക്കും സാധ്യത കൂടുതലുള്ളത്. ഓക്കെ, ഇനി തിങ്കളാഴ്ച നമുക്ക് എന്തായാലും CPR മുകളിലാണെന്ന് ഏകദേശം മനസ്സിലായി ഈ ഒരു പ്രൈസ് ആക്ഷൻ കണ്ടിട്ട്. തിങ്കളാഴ്ച പ്രൈസ് ഓപ്പൺ ചെയ്യുന്നത് ഇതിൻ്റെ താഴെ എവിടെയെങ്കിലും ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ മുകളിൽ പോകാതെ, മുകളിൽ വരെ പോയിട്ട് അതിൻ്റെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യാതെ താഴേക്ക് വരുന്നുണ്ടെങ്കിൽ അന്നൊരു ബെയറിഷ് ആയിട്ടോ അല്ലെങ്കിൽ സൈഡ് വേസ് ആയിട്ടോ ഒക്കെ നിൽക്കാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇതിനെക്കാട്ടിലും ഉപരി നിങ്ങൾ നോക്കേണ്ടത് പ്രൈസിൻ്റെ പാറ്റേൺ ആണ്. ആ പാറ്റേൺ നോക്കി മാത്രമാണ് നിങ്ങൾ ട്രെൻഡ് ആക്ച്വലി മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഏകദേശം നേരത്തെ ഡെയിലി ചാർട്ടിൽ കാണിച്ചു തന്നു, ഒരു പ്രത്യേക പർട്ടിക്കുലർ ലെവൽ ബ്രേക്ക് ചെയ്ത് 5 ദിവസത്തെ പ്രൈസ് ആക്ഷനെ കവറപ്പ് ചെയ്താണ് ഇന്ന് മാർക്കറ്റ് മുകളിൽ പോയിട്ടുള്ളത്. അപ്പോൾ ട്രെൻഡ് ഏകദേശം റിവേഴ്സ് ആയി നിൽക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഉള്ളത്. അപ്പോൾ CPRനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങളുടെ വ്യൂ കറക്റ്റ് ആകും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. CPRനെ നിങ്ങളൊരു സപ്പോർട്ടിംഗ് ആയിട്ട് എടുക്കുക. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി മാർക്കറ്റ് അപ്പാണെന്ന് മനസ്സിലായി. അപ്പം ഈ ഒരു CPRന്റെ റിലേഷൻഷിപ്പും തിങ്കളാഴ്ച പ്രൈസ് ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്, ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് സപ്പോർട്ടൊക്കെ എടുക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വ്യൂ എന്തായി, ഓൾമോസ്റ്റ് കൺഫേം ആയി അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ലോങ് സൈഡ് അല്ലെങ്കിൽ ബുള്ളിഷ് വ്യൂ ആയിട്ടുള്ള എൻട്രീസ് എടുക്കാം എന്നതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം പ്രോബബിലിറ്റി ആണ്. നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി മാത്രം മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുക, ട്രേഡ് എടുക്കുക. ഇനിയിപ്പോൾ CPRനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും പറയാനില്ലാന്ന് തോന്നുന്നു. എന്തായാലും 1-2 എക്സാമ്പിൾ വേണമെങ്കിൽ ജസ്റ്റ് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ കണ്ടു, ഇവിടുന്ന് ഇപ്പോൾ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മേളിൽ പോയി, ഇവിടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു, നല്ലൊരു ട്രെൻഡിങ് ആയിട്ട് പോയി. ഇവിടെ മാർക്കറ്റ് നോക്കുക, ഈ ഒരു റിലേഷൻഷിപ്പ് ബുള്ളിഷാണ് കാണിച്ചെങ്കിലും ഇതും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബുള്ളിഷ് ആണെങ്കിലും മാർക്കറ്റിൻ്റെ പ്രൈസ് ഓപ്പൺ ആയത് ഇവിടെയാണ്, ഓപ്പൺ ആയത് താഴേക്ക് വന്നു, പിന്നെ ചോപ്പിനെസ് ആയിരുന്നു, ഒരെണ്ണം വിട്ടായിരുന്നു CPRന്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇവിടെ നോക്കാം. ഇത് ഇവിടെ മാർക്കറ്റ് ഇങ്ങനെ ഇതിൻ്റെ മേളിൽ ഓപ്പൺ ആയിട്ട് കണ്ടില്ലേ, ഇത് വിഡ്ത്ത് കുറവായതുകൊണ്ട് പെട്ടെന്ന് ക്രോസ് ചെയ്ത് താഴുന്നു. അതിൻ്റെ അർത്ഥം തന്നെ ഇത് ബിയറിഷ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഓക്കെ, വീണ്ടും ഇങ്ങനെ വന്നു, വീണ്ടും ഇവിടെ വരെ പോയപ്പോൾ എന്ത് സംഭവിച്ചു, അവിടുന്ന് വീണ്ടും മാർക്കറ്റ് സെല്ലേഴ്സ് ആക്റ്റീവായിട്ട് മാർക്കറ്റ് താഴേക്ക് വന്നു, ഇത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നോക്കിയേ, ഇവിടെ ലോവർ റിലേഷൻഷിപ്പാണ്, ബിയറിഷ് ആകേണ്ടതായിരുന്നു, പക്ഷേ പ്രൈസ് മുകളിൽ ഓപ്പൺ ആയതുകൊണ്ട് മാർക്കറ്റ് മേളിൽ പോയി. പക്ഷേ എക്സിസ്റ്റിംഗ് ട്രെൻഡ് ഡൗൺ ആയതുകൊണ്ട് എന്ത് സംഭവിച്ചു, ഇവിടെ ചെന്നപ്പോൾ വീണ്ടും സെല്ലിംഗ് പ്രഷർ ആയി, മാർക്കറ്റ് എന്ത് ചെയ്തു, കറക്റ്റ് ആ CPRന് അവിടെ വരെ വന്ന് നിന്നു. 3 മണി കഴിഞ്ഞ് 3:30 ആയപ്പോഴത്തേക്കും CPRന്റെ താഴെ പോയില്ല, കാരണം ഇത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു അല്ലേ. അങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടാണ് പിറ്റേന്ന് നമുക്ക് ഇങ്ങനെ ഒരു CPR കണ്ടത്. പക്ഷേ പ്രൈസ് വീണ്ടും താഴെ ഓപ്പൺ ആയതുകൊണ്ട് അന്നും ഒരു ബെയറിഷ് ആയിട്ട് നമുക്ക് കണ്ടു. ഓക്കെ, അതിനുശേഷം നമുക്ക് ബാക്കിലേക്ക് കുറച്ച് പോയി നോക്കാം. എല്ലായിടത്തും നോക്കുക നിങ്ങൾ, CPRൽ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് താഴേക്ക് പോയി, ഇവിടെ വന്നപ്പോൾ CPR കണ്ട, ഇവിടെ പിവട്ട് റെസിസ്റ്റൻസിൻ്റെ ആക്ട് ചെയ്തു, ഇതിന് മേളിൽ കയറാൻ പറ്റില്ല. ഇനി ഇവിടെ നോക്കി, ഇത് കണ്ട, ഇത് ഇവിടെ ഒരു എക്സാമ്പിൾ കിടപ്പുണ്ട്, ജസ്റ്റ് നോക്കിക്കോളൂ. കണ്ട, ഈ 2 ദിവസത്തെ CPR ഏകദേശം എന്താണിത്, ഓക്കെ, ഇതൊരു ചെറിയൊരു ഓവർലാപ്പിംഗ്
ലോവർ വാല്യൂ റിലേഷൻഷിപ്പാണ് അല്ലേ. ഇത് താഴെയാണ്, ഇത് ഏകദേശം ഇല്ലെങ്കിൽ അൺചേഞ്ച്ഡ് എന്നോ ഒക്കെ പറയാൻ വേണമെങ്കിൽ ഔട്ട്സൈഡ് എന്നൊക്കെ പറയാം. ഏകദേശം എന്താണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഇച്ചിരി പാടാണ്. ഓക്കെ, എന്തായാലും അടുത്ത പ്രൈസ് ആക്ഷൻ നിങ്ങൾ നോക്കിക്കോളൂ, ജസ്റ്റ് നോക്കുക. ഇപ്പം മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയി, റിലേഷൻഷിപ്പ് ഇങ്ങനെ കണ്ടു, നമുക്കൊരു ബിയറിഷ് ആണെന്ന് അറിയാം. റിലേഷൻഷിപ്പ് നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്ത് ഇവിടെ സപ്പോർട്ടൊന്നും എടുക്കുന്നില്ല. ഒരു റെഡ് ക്യാൻഡിൽ വന്നപ്പോൾ തന്നെ ഏകദേശം മാർക്കറ്റ് നമുക്ക് ബിയറിഷ് ട്രെൻഡിലേക്ക് തന്നെ പോകുന്ന പോലെ തോന്നി. പക്ഷേ വീണ്ടും തിരിച്ച് ട്രാപ്പ് ചെയ്തു. ഇതൊക്കെ ഫേക്കാണ്. ശരിക്കും ചില ദിവസം ട്രാപ്പ് നടക്കുമല്ലോ മാർക്കറ്റിൽ, ശരിക്കും ഇതൊക്കെ ട്രാപ്പാണ്. പക്ഷേ ഈ ഹൈയുടെ മേളിൽ പോവില്ല. ഇവിടെ അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ഉള്ളതിൻ്റെ മേളിൽ പോകാതെ തന്നെയാണ് ഈ നിന്നത്. പക്ഷേ ഈ ഒരു ക്യാൻഡിൽ കണ്ടിട്ട് നമ്മൾ പേരും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നവരും ചിലപ്പോൾ നേരെ ലോങ് എൻട്രി എടുക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ മാർക്കറ്റ് ട്രാപ്പ് ചെയ്തിട്ട് വീണ്ടും താഴെ ഇറങ്ങിയിട്ട് വീണ്ടും നോക്കി ഇവിടെ വന്നിട്ട് വളരെ സുന്ദരമായിട്ട് CPRനെ റെസിസ്റ്റൻസ് ആയിട്ട് റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് വളരെ നല്ല രീതിയിൽ താഴേക്ക് പോയി അല്ലേ. അപ്പോൾ ഇങ്ങനെ CPR വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലെവലാണ്. ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു ലെവലാണ്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ്. ഇപ്പോൾ നമുക്കൊരു സപ്പോർട്ട് റെസിസ്റ്റൻസും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് CPRനെ ഒരു ലെവലാക്കി വെക്കാം. ആ CPRനെ ബേസ് ചെയ്തിട്ട് വരുന്ന പ്രൈസ് ആക്ഷൻ, ക്യാൻഡിൽ സ്റ്റിക്ക് എങ്ങനെയാണോ ഫോം ആകുന്നത്, എക്സിസ്റ്റിംഗ് ട്രെൻഡ് എങ്ങനെയാണോ ഇരിക്കുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടും. അത് 100% ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ റിസ്കിനനുസരിച്ച് പൊസിഷൻ സൈസിങ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ മണി മാനേജ്മെൻറ്റ്, റിസ്ക് മാനേജ്മെൻ്റ് ഒക്കെ പ്രോപ്പർ ആക്കിക്കൊണ്ട് നിങ്ങൾക്ക് ആ ട്രേഡ് ഓപ്പർച്യൂണിറ്റി എടുത്ത് പൈസ ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്താലും കൃത്യമായ സ്റ്റോപ്പ് ലോസോടുകൂടി മാത്രം ചെയ്യുക. ഓഫ്ലൈൻ മാർക്കറ്റിൽ പ്രാക്ടീസ് ചെയ്ത് ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ ബാക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഏതൊരു സ്ട്രാറ്റജി നിങ്ങൾ ലൈവിൽ നിങ്ങളുടെ റിയൽ മണി വെച്ചിട്ട് അപ്ലൈ ചെയ്യാവുള്ളൂ. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. അത് നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഡൗട്ട്സുകളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ട്രേഡിങ്, ഹാപ്പി വീക്കെൻഡ്. താങ്ക് യു.